ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞില്ല. ഈശോ അതിന് മറുപടി പറഞ്ഞു, അതിന് എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ മനോഹരമായ ഈ സംഭവം നമ്മൾ കാണുന്നു. പരിശുദ്ധ അമ്മ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു രംഗമാണിത്. ഈശോ സമയമാകാതിരുന്നിട്ടും ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഖാനായിലെ കല്യാണ വീട്ടിൽ ഒരു കുറവ് വന്നപ്പോൾ പരിശുദ്ധ അമ്മ അത് വളരെ വേഗം അറിഞ്ഞു. ആ വീട്ടിൽ മറ്റാരും അറിഞ്ഞില്ല, അമ്മ മാത്രമേ അതറിഞ്ഞുള്ളൂ. ഒരു കല്യാണ വീട്ടിലൊരു കുറവ് വന്നാൽ അതാരെങ്കിലുമൊക്കെ പരസ്പരം പറഞ്ഞ് ചെവിയിൽ പറഞ്ഞ് അവിടെ വരുന്നവർ മുഴുവനും അറിയും. കല്യാണ വീട്ടിലല്ല, ഏതൊരു സംഭവത്തിലും ഏതൊരു സ്ഥലത്തും ജനക്കൂട്ടമുള്ളിടത്തൊക്കെ ഇങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇവിടെ അമ്മ മാത്രം അതറിഞ്ഞു. അമ്മ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു. ഒരു പ്രശ്നവും കലവറക്കാരൻ പോലും അറിഞ്ഞില്ല അവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കുടുംബനാഥനും കുടുംബനാഥയും അറിയും. പക്ഷേ അവരമ്മയുടെ മുമ്പിൽ അത് മറച്ചു വെച്ചില്ല. ഒരു സദ്യയൊക്കെ നടത്തുമ്പോൾ കലവറയിൽ മറ്റാർക്കും പ്രവേശനമില്ല. കാരണം പലര് കൈകാര്യം ചെയ്യാതിരിക്കുവാനാണ് അങ്ങനെ. ഇവിടെ പരിശുദ്ധ അമ്മ ഈ കുറവ് അറിഞ്ഞപ്പോൾ അമ്മ അതിനൊരു പരിഹാരം വേഗം കണ്ടു. ഇതുപോലെ നമ്മുടെ ജീവിതവും അമ്മയുടെ മുമ്പിൽ തുറന്ന ഒരു പുസ്തകം പോലെയാണെങ്കിൽ അമ്മ നമ്മുടെ കുറവുകൾ അറിയും, ഈശോയോട് അത് പറയും, പ്രശ്നം പരിഹരിക്കപ്പെടും. അതിനൊരു കണ്ടീഷനാണിത്, അമ്മ അവിടെ ഉണ്ടായിരിക്കണം. ഈ കല്യാണ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത യേശുവും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ ഈശോയെയും മാതാവിനെയും കല്യാണത്തിന് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ മറ്റൊരു തരത്തിലായി തീരുമായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ കല്യാണ വീട്ടിലെ വീഞ്ഞിൻ്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്നൊരു സദ്യ നടത്തിയാൽ അവിടെ ഭക്ഷണത്തിനൊരു കുറവും ഇല്ല. നമ്മുടെയൊക്കെ വീടുകളിലും ഭക്ഷണത്തിന് വലിയ കുറവും ദാരിദ്ര്യവും ഇന്ന് ഇല്ല. ഒരു സമൃദ്ധി ഇന്ന് എല്ലായിടത്തുമുണ്ട്. ലോകത്തിൽ പലയിടത്തും ദാരിദ്ര്യമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും വലിയൊരു ദാരിദ്ര്യം നമ്മളാരും ഭക്ഷണത്തിന് ഇന്ന് അനുഭവിക്കാറില്ല. പക്ഷേ എന്തൊക്കെയോ കുറവുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഇടവകയിലും എല്ലാ സ്ഥലത്തുമുണ്ട്. എവിടെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ എന്തൊക്കെയോ വലിയ ദാരിദ്ര്യം അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിൽ നിഴലിക്കുന്ന ഈ ദാരിദ്ര്യം എന്താണ്? നമുക്ക് വളരെ വേഗം മനസ്സിലാകും. സ്നേഹത്തിൻ്റെ കുറവാണ്. സ്നേഹത്തിനാണ് ദാരിദ്ര്യം. പ്രായമായ മാതാപിതാക്കൾ, യുവതീ യുവാക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, കുടുംബനാഥന്മാർ, കുടുംബനാഥന്മാർ എല്ലാവരും അനുഭവിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വേണ്ടത്ര സ്നേഹം ആർക്കും കിട്ടുന്നില്ല എന്ന്. വേണ്ടത്ര സ്നേഹം ആർക്കും ലഭിക്കുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ആ സ്നേഹം കൊടുത്താൽ പോരെ. പക്ഷേ എന്തോ
ഈ സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല, സ്വീകരിക്കാനും പറ്റുന്നില്ല. ഗലാത്യർക്കുള്ള ലേഖനത്തിലെ 5-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിഷേകത്തിനും എതിരാണ്. ജഡമോഹങ്ങൾ എതിരാണ് ആത്മാവിൻ്റെ താല്പര്യങ്ങൾക്കല്ല. നമ്മുടെ കുറവുകളൊക്കെ ഈ മേഖലയെ ചുറ്റിപ്പറ്റിയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. 5-ാം അധ്യായം 17-ാം തിരുവചനം, അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളെ ചവിട്ടിമെതിക്കുന്ന ഒരനുഭവം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗലാത്യർക്കുള്ള ലേഖനത്തിൽ 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ് അവ. ഇവ നിറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഏതൊരാൾക്കും ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കും. അവൻ എങ്ങനെയുള്ളവനായിരിക്കുമെന്ന് സങ്കീർത്തകൻ 1-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അത് നീർച്ചാലിനരികെയാണ് നടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു വേനൽക്കാലത്തും അതിൻ്റെ ഇലകൾ കൊഴിയില്ല, അതിനൊരു ക്ഷീണവും വരില്ല. ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകതയാണത്. ആത്മാവിൻ്റെ ഫലങ്ങളില്ലെങ്കിലോ 2 ദിവസം 3 ദിവസം അടുപ്പിച്ച് വെയിൽ തെളിയുമ്പോൾ വാടിക്കുഴഞ്ഞ് അത് പോകും. നമുക്കറിയാം, വേനൽക്കാലത്ത് നമ്മളൊക്കെ നമ്മുടെ പൂന്തോട്ടങ്ങൾ നനയ്ക്കാറുണ്ട്. എല്ലാ ദിവസവും നനയ്ക്കുന്ന പൂന്തോട്ടം ഒരു ദിവസം നനച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ 2 ദിവസം നനച്ചില്ലെങ്കിൽ ചെടികളെല്ലാം വാടിക്കരിയും. നമ്മുടെ ഒട്ടുമിക്ക മനുഷ്യരുടെ ജീവിതവും നനയ്ക്കാത്ത പൂന്തോട്ടം പോലെയാണ്. അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളില്ല, പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ ഫലങ്ങൾ. സ്നേഹത്തിൻ്റെ കുറവ് ഒരു വലിയ കുറവാണ്. ഈ സ്നേഹമില്ലെങ്കിൽ ആനന്ദവുമില്ല, സമാധാനവുമില്ല, ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും ആത്മസംയമനവും ഒന്നും അവിടെ വരത്തില്ല. ഈ ആത്മാവിൻ്റെ ഫലങ്ങളുടെ കുറവാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട് ഈ സ്നേഹത്തിൻ്റെ കുറവ്. ആത്മാവിൻ്റെ ഫലങ്ങളില്ലാത്തടത്ത് എന്തൊക്കെയാണ്? മറ്റ് തിന്മയുടെ ഫലങ്ങൾ കയറി വരും. അവ എന്താണെന്നും അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തികൾ, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം. നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഈ ചിന്തകൾ, ഈ ഫലങ്ങളാണ്. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തികൾ, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം. അവ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഠിനമായ ദാരിദ്ര്യമുണ്ട് എന്ന് നമുക്കറിയാം, ഭക്ഷ്യ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ദാരിദ്ര്യം. എന്നാൽ സമാധാനത്തിനും ലോകത്തിൽ ഒത്തിരി കുറവുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും സ്നേഹത്തിൻ്റെ കുറവാണ് വലിയൊരു കുറവായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരു കുടുംബ വഴക്ക് തീർക്കാൻ വൈകുന്നേരം 7 മണി മുതൽ ഇരുന്നു. സംസാരിച്ച് രാത്രി 1 മണിയായി. ഒരു പരിഹാരവും ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം അല്പം പോലും സ്നേഹം ഈ കുടുംബാംഗങ്ങൾ തമ്മിലില്ല, ഒരു പരിഗണനയുമില്ല. അവർ തമ്മിൽ അല്പം പോലും ക്ഷമിക്കാനും തയ്യാറല്ല. പിന്നെ മറ്റൊരുന്ന് ഞാൻ ഓർക്കുന്നു, സഹോദരങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നു, പരസ്പരം റോഡ് കൊടുക്കില്ല, വൈദ്യുതി ലൈൻ വലിക്കാൻ അനുവദിക്കില്ല, പ്രശ്നങ്ങൾ. ആർക്കും ഒരു നന്മയും ചെയ്യില്ല. മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടും ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. മറ്റൊരിക്കൽ വളരെ സഹതാപകരമായ ഒരു സംഭവത്തിലൂടെ കടന്നുപോയി. ഒരു വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ, അപ്പനും അമ്മയും.
അവരെ സംരക്ഷിക്കുന്നതിന് മക്കൾക്കാർക്കും താല്പര്യമില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ മാതാപിതാക്കൾ എൻ്റെ മുമ്പിൽ വെച്ച ഒരു ഡിമാൻഡ് ഇതാണ്: അച്ഛാ, 3 നേരം ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് മരുന്ന് വേണം, രാവിലെ 7 മണിക്ക് ഞങ്ങൾക്കൊരു കട്ടൻ ചായ വേണം, 10 മണിക്ക് ഞങ്ങൾക്കൊരു കാപ്പി വേണം, ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഊണ് വേണം, 4 മണിക്കൊരു ചായ, അത് പാലൊഴിച്ച് വേണം, അത്താഴം വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട, നിർബന്ധമല്ല. ആ മാതാപിതാക്കൾ കൈനീട്ടിയത് അതിനു വേണ്ടിയിട്ടാണ്. അച്ഛാ, 3 നേരം ഞങ്ങൾക്ക് ഭക്ഷണം വേണം, 4 മണിക്ക് പാലൊഴിച്ച് ചായ വേണം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത് മനുഷ്യൻ്റെ അത്യാവശ്യ കാര്യങ്ങളാണ്. പ്രായമായ ഈ മാതാപിതാക്കൾ ഇതിനു വേണ്ടി കൈനീട്ടിയപ്പോൾ, അതിനുവേണ്ടി കെഞ്ചിയപ്പോൾ സത്യത്തിൽ സങ്കടം വന്നു. ഇങ്ങനെ പോകുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെയും സമൂഹങ്ങളിലെയും ഇടവകളിലെയും ഒക്കെ കാര്യങ്ങൾ. എവിടെ സ്നേഹം? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക? എന്തായിരിക്കാം ഇതിൻ്റെയൊക്കെ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? യേശു തമ്പുരാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സ്നേഹത്തിനാണ്. സ്നേഹം, അതാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ: ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. ഞാൻ മുമ്പേ പറഞ്ഞ ആ 3 സംഭവങ്ങളിലും അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? കർത്താവിൻ്റെ വചനമനുസരിച്ച് അവർ ഈ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. യേശു പ്രാധാന്യം നൽകുന്നത് സ്നേഹത്തിനാണ്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ടാണ് പിശാച് ഈ സ്നേഹത്തിന് പകരം ശത്രുത നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിതയ്ക്കുന്നത്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. എല്ലാവരും അറിയണം. നമുക്കൊക്കെ എപ്പോഴും വാശിയാണ്. അവനെ ഒരു മര്യാദ പഠിപ്പിക്കണം. അവൻ ചെയ്തത് അല്ലെങ്കിൽ അവൾ ചെയ്തത് ഇതിന് പകരം ചോദിച്ചിട്ടേ ഉള്ളൂ, മര്യാദ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. അതിനെന്താണ്? കേസ് കൊടുക്കും. ഒരു പാഠം പഠിപ്പിക്കണം. അപ്പോൾ പാഠം പഠിപ്പിക്കാനുള്ള ശ്രമത്തിൽ നമ്മളങ്ങ് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. സാമ്പത്തികമായി, അതിനേക്കാൾ കൂടുതലായി ആത്മീയമായി. ഒന്ന് കുമ്പസാരിക്കാൻ പറ്റുമോ? ഇതിനിടയിൽ ഒന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പറ്റുമോ? ഇത് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ തിരുവചനം അബ്രാഹവും ലോത്തും തമ്മിൽ വേർപിരിയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ അബ്രാഹാം ലോത്തിനോട് പറയുന്നുണ്ട്. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, ഉൽപ്പത്തി 13:8, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാക്കരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. അബ്രാഹവും ലോത്തും കാനാൻ നാട്ടിൽ വന്ന് പാർത്തു തുടങ്ങി. അവരുടെ ആടുമാടുകൾ പെറ്റുപെരുകി. അബ്രാഹത്തിനുമുണ്ട് ഒത്തിരിയേറെ ആടുമാടുകൾ, ഇടയന്മാരുമുണ്ട്. ലോത്തിനുമുണ്ട് അതുപോലെ ആടുമാടുകൾ. പെറ്റുപെരുകി വളർന്നു കഴിഞ്ഞു. അപ്പോൾ 2 കൂട്ടർ ഒരുമിച്ചാണ് താമസം. അപ്പം അവരുടെ ആടുകളെ ഒരുമിച്ച് മേയ്ക്കുവാനുള്ള സ്ഥലം തികയാതെ വന്നു. അപ്പോൾ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായി തുടങ്ങി. അപ്പോൾ അബ്രാഹാം ലോത്തിനെ വിളിച്ചു പറഞ്ഞു, സംഭവം ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അബ്രാഹാം ലോത്തിനോട് പറയുകയാണ്,
നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആഴത്തിൽ വരേണ്ട ഒരു ചിന്തയാണ്, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ കലഹമുണ്ടാക്കരുത്. ഇന്ന് കുറേ കൂടെ വ്യക്തമായിട്ട് നമുക്കത് പറയാം. നമ്മൾ സഹോദരങ്ങളാണ് എന്ന് മാത്രമല്ല, ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ഒരേ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കലഹം പാടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 44-ാമത്തെ തിരുവചനം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ആർക്കും ഈ കലഹങ്ങളിലൂടെ പോകാൻ സാധിക്കുകയില്ല. പറുദീസ മുതൽ ദൈവത്തിൻ്റെ പദ്ധതികൾ തട്ടിമറിക്കുന്ന പിശാചിനെ നമ്മൾ കാണുന്നുണ്ട്. ഇവൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കയറി വരുമ്പോൾ അവിടെ ശത്രുതയും കലഹവും കോപവും വിദ്വേഷവും പരദൂഷണവും എല്ലാം സംഭവിക്കുകയാണ്. അപ്പോൾ തിന്മ പറുദീസായിൽ കടന്നു വന്ന് അവരുടെ ഇടയിൽ കലഹം വിതച്ച, ആദത്തിൻ്റെയും ഹവ്വയുടെയും ഇടയിൽ കലഹം വിതച്ച, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞ് ആദം ഹവ്വയെ സ്വീകരിച്ചതാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആദം ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് കൂട്ടുതന്ന ഈ സ്ത്രീ എന്നായി മാറി. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ വാക്കുകൾ, ആദ്യം ഞാൻ പറഞ്ഞ വാക്കല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ പറയുക, ഇങ്ങനെ പറുദീസ മുതൽ നമ്മുടെ സമൂഹത്തിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ശത്രുതയുടെ കടന്നുവരവാണ്, പിശാചിൻ്റെ കടന്നുവരവാണ്, തിന്മയുടെ കടന്നുവരവാണ് ഇതിൻ്റെ കാരണം. നമുക്കറിയാം, കലഹം പാടില്ല, ശത്രുത പാടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനം, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈശോയെ സ്നേഹിച്ചാൽ അവിടുത്തെ വചനം പാലിക്കും, അപ്പോൾ പരിശുദ്ധ ത്രിത്വം അവനിൽ വന്നു വസിക്കും. പരിശുദ്ധ ത്രിത്വം സ്നേഹത്തിൻ്റെ നിറകുടമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ പരിശുദ്ധ ത്രിത്വം വസിച്ചാൽ നമ്മൾ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഗലാത്യർക്കാർക്കുള്ള ലേഖനത്തിലെ മുഴുവൻ ഗുണങ്ങളും നമ്മളിൽ നിറയും. സ്നേഹത്തിൻ്റെ പ്രമാണമാണ് ഏറ്റവും വലിയ പ്രമാണം. ദൈവം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും ഈ സ്നേഹത്തിൻ്റെ പ്രമാണത്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് ശത്രു ഏറ്റവും അധികം എടുത്തുപയോഗിക്കുന്നത് ഈ ശത്രുതയും വിദ്വേഷവും വിഭാഗീയ ചിന്തകളുമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത്. 2 പേര് കൂടിയാൽ അവർ മൂന്നാമതൊരുവൻ്റെ കുറ്റമാണ് ഇന്ന് സംസാര വിഷയം. ഈ ശത്രുതകൾ എല്ലായിടത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, കുടുംബങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹം വറ്റി നനയ്ക്കാത്ത പൂന്തോട്ടം പോലെ അത് ഇല്ലാതായി തീർന്നുകൊണ്ടും ഇരിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രമാണത്തിന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യം, തിന്മ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതും ഈ സ്നേഹത്തിൻ്റെ പ്രമാണത്തെ ആണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എവിടെ നമുക്ക് നഷ്ടമാകുന്നു ഈ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം? എന്തുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നു ഈ സ്നേഹം? ക്രിസ്തു നമ്മളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്ലേ? എന്നിൽ വളർന്നു വരുന്ന ഒരുപാട് വിഭാഗീയ ചിന്തയും ശത്രുതയും എൻ്റെ ഏറ്റവും വലിയ സ്വാർത്ഥ താല്പര്യങ്ങളും സ്നേഹം വറ്റി വരളാൻ ഇടയാക്കുകയാണ്. അന്ത്യവിധിയിലെ 7 ചോദ്യങ്ങളുണ്ട്. അന്ത്യവിധിക്ക് കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും
ചോദിക്കാം. കർത്താവ് നടത്താൻ പോകുന്ന ആ പരീക്ഷയുടെ 7 ചോദ്യങ്ങളുണ്ട്. അത് നേരത്തെ തന്നിട്ടുണ്ട്. അത് നേരത്തെ തന്ന് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ എന്തിന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ മടിക്കുന്നു? അന്ത്യവേളയിലെ ചോദ്യങ്ങൾ: എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു. ഈ 7 കാര്യങ്ങൾക്കും മറുപടി കൊടുത്തുകൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. നിങ്ങൾ എന്തു ചെയ്തു? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ഈ 7 ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് ജീവിക്കണം എന്ന് കർത്താവ് നിരന്തരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്? കർത്താവിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ ജീവിതം മുഴുവനും സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന ജീവിതമായി തീരും. കൊരിന്തോസ്യർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായം മുഴുവനും സ്നേഹമാണ് പറയുന്നത്. സ്നേഹം സർവോത്കൃഷ്ടം, അതാണ് ആ അധ്യായം. സ്നേഹമില്ലാതെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷ സംസാരിക്കാം, പ്രവചനപരമുണ്ടായിരിക്കാം, സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുന്നുണ്ടാവാം, സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടാവാം. ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർത്താവ് നമ്മുടെ മുമ്പിൽ തുറന്നു. അതുകൊണ്ട് തന്നെ തിന്മ ഏറ്റവും വലിയ ആക്രമണവും ഈ സ്നേഹത്തിനെതിരെയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് അവൻ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നത്, പരദൂഷണത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നത്. അതുകൊണ്ടാണ് അവൻ വിഭാഗീയ ചിന്ത നമ്മളിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തിന്മ നമ്മുടെ പടിവാതിൽക്കൽ എത്തുമ്പോഴേ നമ്മൾ തിരിച്ചറിയണം. വിഭാഗീയ ചിന്തകൾ ആര് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നോ ആ സെക്കൻഡിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കായേനോട് ദൈവം പറയുന്നുണ്ട്, കായേൻ, നീ എന്തിനു കോപിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നു? പാപം പടിവാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട് എന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഇത് ദൈവം കായേന് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. കായേൻ, എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നു? കായേൻ അസ്വസ്ഥനായിരിക്കുകയാണ്. അവൻ്റെ ആഗ്രഹം എന്താണ്? ആബേലിനെ കൊല്ലണം. ദൈവത്തിൻ്റെ ആ മുന്നറിയിപ്പ് അവഗണിച്ച് അവൻ മുന്നോട്ട് പോയി സ്വന്തം സഹോദരനെ അവൻ കൊന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലവിധ സാഹചര്യങ്ങളിലൂടെ ദൈവം കായേനോട് ചോദിച്ച അതേ ചോദ്യം നമ്മളോടും ഇന്നും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നീ കോപിച്ചിരിക്കുന്നു? എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നു? പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, അത് പടിവാതിൽക്കൽ തന്നെ നിന്നെ കാത്തിരിപ്പുണ്ട്, നീ അതിനെ കീഴടക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹായകനാണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. നമുക്ക് ആ കരം മുറുക്കെ പിടിക്കാം. സഹായകൻ്റെ കരം, പരിശുദ്ധാത്മാവിൻ്റെ കരം മുറുകെ പിടിച്ച് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് നിലവിളിക്കാം. പതിയിരിക്കുന്നതിനെ മുഴുവനും കീഴടക്കാൻ ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് നമുക്ക് സ്വീകരിക്കാം. സ്നേഹത്തിൽ നമുക്ക് വളരാം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. അങ്ങനെ ഒരു നല്ല സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഉള്ള ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു ഇടവക ഒക്കെയാക്കി നമ്മൾ ആയിരിക്കുന്നിടത്ത് അപ്പോൾ നമ്മളിൽ നിന്നും ധാരാളം സ്നേഹമൊഴുകും. അത് അനേകർക്ക് അനുഗ്രഹമാകും, നമുക്കും അനുഗ്രഹമാകും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ പ്രമാണം എത്ര മനോഹരമാണ്. ഈ പ്രമാണത്തെ സ്നേഹിക്കാനും
ഈ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യം നിലനിൽക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, തിരുക്കുമാരൻ രക്തം ചിന്തിയത് ഈ സ്നേഹം ഞങ്ങൾക്ക് നൽകുന്നതിനാണല്ലോ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് സ്നേഹത്തിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.